ഫോഗട്ട് ഉയർത്തിയ വലിയ വിഷയം കൂടിയാണ്. ഒളിമ്പിക് കമ്മിറ്റിയുടെ ഈ മാനദണ്ഡങ്ങളിൽ നിയമത്തിലടക്കം മാറ്റം വരുത്തണമെന്നുള്ള ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതല്ലേ ശരി? തീർച്ചയായും അത് തന്നെയാണ് ശരി. ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകാനാണ് സാധ്യത എന്ത് തന്നെയാണെങ്കിലും. കാരണം ഇപ്പോൾ സിജു പറഞ്ഞതുപോലെ ഇതിൽ ആഴത്തിലുള്ള പരിശോധനയിലേക്ക് കോടതിക്ക് പോകണമെങ്കിൽ അതിന് ഒരുപാട് സമയം വേണ്ടിവരും. കാരണം ഒളിമ്പിക് കമ്മിറ്റിയുടെ നിയമം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടി വരും. അന്താരാഷ്ട്ര റെസ്ലിംഗ് ഫെഡറേഷന്റെ നിയമം അവരുടെ റൂൾ 11 അനുസരിച്ചാണ്. അവരുടെ റൂൾ 11 പ്രകാരവും വിനേഷ് ഫോഗട്ട് അയോഗ്യയാണ്. അപ്പോൾ അതെല്ലാം ഇഴകീറി അന്താരാഷ്ട്ര കായിക കോടതി പരിശോധിക്കേണ്ടി വരുമെന്നതാണ് വസ്തുത. അപ്പോൾ സ്വാഭാവികമായും ഒരു ഇടക്കാല ഉത്തരവ് വരും. ആ ഇടക്കാല ഉത്തരവിൽ വെള്ളി മെഡൽ തനിക്ക് നൽകണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കോടതി എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നതൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അവിടെ വാദം ഉന്നയിച്ചിരിക്കുന്ന തനിക്ക് വെള്ളി മെഡലിന് അർഹതയുണ്ട് തന്നെയാണ്. ആ വാദം ഉന്നയിക്കാനുള്ള കാരണം വിനേഷ് പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയാം. അതായത് ഈ മത്സരം തുടങ്ങുന്നതിന് മുൻപ് 2 തവണയാണ് ഗുസ്തി മത്സരത്തിന്റെ ഭാരപരിശോധന എന്ന് പറയുന്നത്. ഒന്ന്, ആദ്യ ദിവസം മത്സരം തുടങ്ങുന്നതിന് മുൻപ്. ആ മത്സരം തുടങ്ങുന്നതിന് മുൻപ് ഭാരപരിശോധന നടത്തിയപ്പോൾ 49.1 കിലോഗ്രാം ആയിരുന്നു. അതിൽ കുഴപ്പമൊന്നുമില്ല. അവർ അനായാസം സെമി ഫൈനലിലും ജയിച്ച് ഫൈനലിലേക്ക് കയറുന്നു. ഫൈനലിലുള്ള മത്സരം എന്ന് പറയുന്നത് പിറ്റേ ദിവസമാണ്. അപ്പോൾ ഈ ഫൈനൽ തുടങ്ങുന്നതിന് മുൻപായിട്ട് അടുത്ത ഭാരപരിശോധന, 2ാം ഘട്ട ഭാരപരിശോധനയുണ്ട്. ആ ഭാരപരിശോധനയിൽ പങ്കെടുത്തപ്പോഴാണ് അവരുടെ ഭാരം കൂടുതൽ 100 ഗ്രാം കൂടുതലാണ് എന്ന് കണ്ടെത്തുന്നത്. ആ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു രാത്രി മുഴുവൻ അവർ അസാധ്യമായ രീതിയിൽ വർക്കൗട്ട് എടുക്കുന്നത് നമ്മൾ കണ്ടതായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഈ മത്സരം തുടങ്ങുന്നതിന് മുൻപ് 49.1 കിലോഗ്രാം ആയിരുന്നു. ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം അത് 52 കിലോഗ്രാമിലേക്ക് വരികയാണ്. അതായത് അവർ ഇടയ്ക്ക് കഴിച്ച ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ അളവ് കാരണമായിരിക്കാം അത്തരത്തിൽ 52 കിലോഗ്രാമിലേക്ക് പോകുന്നത്. 2ാമത്തെ ഭാരപരിശോധനയ്ക്ക് മുൻപുള്ള രാത്രിയിൽ ഒരു കംപ്ലീറ്റ് രാത്രി അവർ ഫുൾ വർക്കൗട്ട് ചെയ്യുകയാണ്. ആ വർക്കൗട്ടിലൂടെ അവർ ഭാരം കുറച്ച് കൊണ്ടുവന്ന് പക്ഷേ 100 ഗ്രാമിൻ്റെ കൂടുതലായി പോയി. അതാണ് സംഭവിച്ചത്. ഇവിടെ നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട വിഷയം ഈ ഭാരം കൂടുതൽ അവർക്ക് എങ്ങനെ സംഭവിച്ചു, അതിന് പുറകിൽ ഇവരുടെ ന്യൂട്രീഷ്യൻസും ഇവരുടെ ഒഫീഷ്യൽസും ഡോക്ടറും ഒക്കെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം അത് വേറെ നിൽക്കുന്നു. അത് നമ്മുടെ മുൻപിലുള്ള തർക്ക വിഷയമാണ്. കോടതിക്ക് മുൻപിൽ അത് തർക്ക വിഷയമല്ല. അവിടെയുള്ളൊരു വിഷയം എന്ന് പറയുന്നത് അല്ല മനു, അതാണ് പ്രശ്നം. അതായത് ഈ മത്സരത്തിന് പോകുന്നതിന് മുൻപ് ഈ കോച്ച്, ഡയറ്റീഷ്യൻ, ന്യൂട്രീഷനൊക്കെ കൃത്യമായി ഇത് പരിശോധിക്കുമല്ലോ. പരിശോധിച്ച ശേഷമായിരിക്കുമല്ലോ ഒളിമ്പിക് കമ്മിറ്റിക്ക് മുന്നിലേക്ക് ചെല്ലുക. അവിടെ എന്തോ സംഭവിച്ചു എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഒളിമ്പിക് കമ്മിറ്റി വിനോദ് ഫോഗട്ടിനോടല്ല, ലോകത്ത് എല്ലായിടത്തും ഒരേ നിയമം തന്നെയാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ 50 കിലോയ്ക്ക് 50 കിലോയിൽ 100 ഗ്രാം കൂടാൻ പാടില്ല എന്ന നിയമം തന്നെയാണ്. പക്ഷേ ഇവിടെ മനു ഉന്നയിച്ച പ്രധാന പ്രശ്നമാണ് ഇതെങ്ങനെ ഈ ഇന്ത്യയിൽ നിന്ന് പോയ ഈ ന്യൂട്രീഷനിസ്റ്റും ഡയറ്റീഷ്യനും ഒക്കെ ഇത് പരിശോധിക്കാതെ ആയിരുന്നോ ഈ പരിശോധനയ്ക്കായി വിനേഷ് ഫോഗട്ടിനെ അയച്ചത്? ആ ഒരു ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ സിജോദിന്റെ പ്രശ്നം ആ ചോദ്യം പക്ഷേ കോടതിയുടെ മുൻപിലേക്ക് വരുന്നില്ല. അത് നമ്മുടെ മുൻപിൽ മാത്രമുള്ള തർക്ക വിഷയമാണ്. കാരണം നമ്മൾ അത് തർക്ക വിഷയമാകാൻ കാരണം വിനേഷ് ഫോഗട്ട് ഈ മത്സരത്തിൽ ഒളിമ്പിക്സിലേക്ക് പോയ കഥ നമുക്കറിയാം. അതിനു മുൻപ് ഈ രാജ്യത്ത് അവർക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും അസഹനീയമായ അവസ്ഥ നമുക്കറിയാം. അതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അത് മാത്രമല്ല ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ന്യൂട്രീഷനിസ്റ്റ് ഉത്തർപ്രദേശിലെ ഏതോ അസ്ഥിരോഗ വിദഗ്ധനായിരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അതായത് അതുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലാതെ ഒരു പുലബന്ധം പോലും ഇല്ലാതിരുന്ന ആളായിരുന്നു കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഈ സ്റ്റാഫിനെതിരെ നേരത്തെ തന്നെ അവർ അതൃപ്തി ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ നമ്മുടെ മുൻപിൽ മാത്രമുള്ള തർക്ക വിഷയമാണ്. അത് തന്നെയാണ്. പക്ഷേ ഈ വിഷയങ്ങൾ ഇതിപ്പോൾ നിലവിൽ രാജ്യത്ത് തന്നെ ഇത് വേറൊരു വിഷയമായും ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര കായിക കോടതിയിൽ വിനേഷ് ഫോഗട്ട് ന്യായമായ നീതി തേടി അനീതിക്കെതിരെ പോകുന്നു. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ മാനദണ്ഡങ്ങൾ അത് മാറ്റേണ്ടതുണ്ട്. ഒളിമ്പിക് കമ്മിറ്റിയുടെ മാനദണ്ഡങ്ങൾ അന്താരാഷ്ട്ര മറ്റ് കായിക ഇനങ്ങൾ, കായിക വേദിയിലെ മാനദണ്ഡങ്ങൾക്ക് അനുസരണമല്ല ഒളിമ്പിക് കമ്മിറ്റി. പക്ഷേ രാജ്യത്തുള്ളിൽ വിനേഷ് ഫോഗട്ടിന് ഈ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ച ഡയറ്റീഷ്യൻ, ന്യൂട്രീഷനിസ്റ്റുകൾ എടുത്ത നിലപാട് എന്നുള്ളതും കൂടി പരിശോധിക്കേണ്ടത് ആഭ്യന്തരമായ ഒരാവശ്യം ഇത് സംബന്ധിച്ച് ഉയർന്നു വരേണ്ടതുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായും അത് ഇന്ത്യൻ കായിക രംഗത്തിൻ്റെ ഒരു ശുദ്ധീകരണത്തിൻ്റെ കൂടി ആവശ്യകതയാണ്. കാരണം എത്രയോ ലോകവേദികളിൽ നമ്മുടെ അഭിമാനം ഉയർത്തിയ ഒരു താരം കൂടിയാണ് വിനേഷ് ഫോഗട്ട്. അവർക്ക് ഇത്രയും പരിചയസമ്പന്നനായ താരം, ഒരു ഒളിമ്പിക്സ് വേദിയിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായെങ്കിൽ ഈ പറയുന്ന സിജു, അതായത് ഒരു മത്സരത്തിന് പോകുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും, അതായത് എത്ര അളവിൽ വെള്ളം കുടിക്കണം, എത്ര അളവിൽ ഭക്ഷണം കഴിക്കണം, അത് ഏത് സമയത്ത് കഴിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് താരമല്ല, അവരുടെ കൂടെ പോകുന്ന ഈ ന്യൂട്രീഷനിസ്റ്റ്, ഒപ്പം തന്നെ അവരുടെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഒപ്പം അവരുടെ ഡോക്ടർ, ഇവരടങ്ങുന്ന ഒഫീഷ്യൽ സംഘമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ 49 കിലോയിൽ നിന്ന് സെമി ഫൈനൽ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് 3 കിലോയിലേക്ക് കൂടി. എന്തുകൊണ്ട് അതിന് അനുമതി കൊടുത്തു തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിൻ്റെ വലിയ വിവാദം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജ്യത്ത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ആരോപിക്കുന്ന ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇത് വെറും രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ മാത്രമല്ല വന്നിരിക്കുന്നത്. നോക്കൂ, വിജേന്ദർ സിംഗിനെ പോലുള്ള ഒളിമ്പിക് മെഡൽ നേടിയ താരം, ബജ്രംഗ് പുനിയെ പോലുള്ള ലോകവേദിയിലെ ഇന്ത്യയുടെ അഭിമാനമായ താരങ്ങളടക്കം ഇതിൽ ഗൂഢാലോചനയുണ്ട്, ഇത് ശരിയായ കാര്യമല്ല നടന്നിരിക്കുന്നത് എന്ന ആരോപണം ഇവിടെ ഉയർത്തിയിരിക്കുകയാണ്. ആ ആരോപണം മുഴുവൻ ചെന്ന് നിൽക്കുന്നത് നമുക്കറിയാം
അത് കേന്ദ്ര ഭരണകൂടത്തിനെതിരെ തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള വിഷയം രാജ്യത്ത് വലിയ ചർച്ചയാവുകയും അത് വരും ദിവസങ്ങളിൽ അത് ഉയർത്തിക്കൊണ്ട് വരിക തന്നെ ചെയ്യും. കായിക മന്ത്രിയുടെ പ്രസ്താവന ഇന്നലെ പാർലമെന്റിൽ നടത്തിയ സിജു നോക്കൂ, ഒളിമ്പിക് കമ്മിറ്റിയുടെ നിയമപ്രകാരം ഈ താരത്തെ അയോഗ്യയാക്കി എന്ന ഒരു പ്രസ്താവന. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഒളിമ്പിക്സിന് പോകുമ്പോൾ പിന്നെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിയമം അനുസരിച്ച് അയോഗ്യയാക്കാൻ കഴിയില്ലല്ലോ. അത് കേന്ദ്രമന്ത്രി വന്ന് പറയേണ്ട ആവശ്യമില്ല. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കാൻ പോലും നമ്മൾ തയ്യാറായിട്ടില്ല. അവിടെയാണ് ഈ പറയുന്ന ഗൂഢാലോചന സിദ്ധാന്തവും അതിന്റെ മറ്റു കാര്യങ്ങളും നിൽക്കുന്നത്. പക്ഷേ കോടതിയുടെ മുൻപിലേക്ക് വരുമ്പോൾ അത് പ്രസക്തമായ കാര്യമല്ല. അത് ഇന്ത്യയുടെ രാഷ്ട്രീയപരമായ തർക്കങ്ങളുടെ പ്രശ്നമാണ്. മറുവശത്ത് കോടതിയുടെ മുൻപിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ വിനേഷ് ഫോഗട്ട് ഉന്നയിച്ചിരിക്കുന്ന സാങ്കേതികപരമായ വിഷയമാണ്, നിയമപരമായ പ്രശ്നമാണ്. അവർ പറയുന്നത് ഞാൻ സെമി ഫൈനൽ വരെ ജയിച്ചു വന്നത് ഈ സെമി ഫൈനലിന് മുൻപ് എൻ്റെ ഭാരം, അതായത് മത്സരം തുടങ്ങുന്നതിന് മുൻപ് എൻ്റെ ഭാരം പരിശോധിച്ചപ്പോൾ 49.1 കിലോഗ്രാം. അത് മത്സരത്തിന് അനുസൃതമായ ഭാരം തന്നെയാണ്. ആ ഭാരത്തിൽ മത്സരിച്ചാണ് ഞാൻ സെമി ഫൈനൽ ജയിച്ച് ഫൈനലിലേക്ക് കയറിയത്. ഞാൻ ഫൈനലിൽ ഇറങ്ങിയില്ല. ആ ഫൈനലിൽ ഇറങ്ങുന്നതിന് മുൻപ് നടന്ന പരിശോധനയിലാണ് എൻ്റെ ഭാരം കൂടിയെന്ന് തെളിയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫൈനൽ മത്സരം മാത്രമാണ് അസാധുവാകുന്നത്. അതിനു മുൻപുള്ള എൻ്റെ ജയങ്ങൾ അസാധുവാകുന്നതേ ഇല്ല. അതുകൊണ്ട് വെള്ളി മെഡലിന് എനിക്ക് അർഹതയുണ്ട് എന്ന വാദമാണ് വിനേഷ് ഫോഗട്ട് അവിടെ ഉയർത്തുന്നത്. അത് അന്താരാഷ്ട്ര കായിക കോടതി ഏത് രീതിയിൽ പരിശോധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ഉത്തരവ്. ഒരു പൂർണ്ണമായ ഉത്തരവ് വരും എന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒളിമ്പിക് കമ്മിറ്റിയുടെ നിയമങ്ങളും മറ്റ് ലോക ചാമ്പ്യൻഷിപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളും ഒക്കെ ഇഴകീറി പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ ആഴത്തിലുള്ള വിധിയിലേക്ക് കോടതിക്ക് പോകാൻ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായും ശരി, മനുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.